Welcome to RK's Stories. ഇനിയും ഈ വഴിയെ 49. വാതിൽ കടന്ന് ആമ്പൽ കൂടി മുറിക്കകത്തേക്ക് കയറി വന്നു. സൈമൺ ചെന്ന് വാതിലടച്ചു. വിനയനും സതീശനും താഴെ കിടന്ന് കിതച്ചുകൊണ്ട് മഹിയെയും ആമ്പലിനെയും സൈമണെയും നോക്കി. മോളെ, ഇവന്മാർക്ക് ഇതെന്താ പറ്റിയേ? വിനയൻ കൈകുത്തി എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. ചുവന്നു കലങ്ങിയ കണ്ണുകളുമായി ആമ്പൽ കൈകെട്ടി നിശബ്ദയായി വിനയനെ നോക്കി നിന്നു. സതീശൻ ആദ്യത്തെ ചവിട്ടിൽ തന്നെ പകുതി ബോധം പോയ അവസ്ഥയിലായിരുന്നു. അയാൾ നിലത്ത് കിടന്ന് ഞെരങ്ങി. എഴുന്നേൽക്കാൻ ശ്രമിച്ച വിനയനെ ഒരു വശത്തു നിന്നും സൈമൺ വീണ്ടും ചവിട്ടി. നിലത്ത് വീണുരുണ്ട വിനയൻ ഭിത്തിയിൽ ചെന്ന് ഇടിച്ചു കിടന്നു. വീണ്ടും ചവിട്ടാൻ കാലുയർത്തിയ സൈമണെ മഹി തടഞ്ഞു. നിലത്ത് വീണ വിനയനെ ഉയർത്തി ഭിത്തിയിലേക്ക് ചാരി ഇരുത്തിയ ശേഷം മഹി അയാൾക്ക് മുന്നിൽ ഇടത് മുട്ടുകാൽ കുത്തി ഇരുന്നു കൊണ്ട് അയാളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അടി കൊണ്ടതിന്റെ അവശതയല്ലാതെ യാതൊരു പതർച്ചയുമില്ലാതെ അയാൾ അവനെയും തിരികെ നോക്കി. നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചോ മഹി? നിങ്ങളെന്തിനാ ഞങ്ങളെ ഇങ്ങനെ തല്ലുന്നേ? ഇതപ്പോടെ വിനയൻ ചോദിച്ചു. മഹി നിലത്ത് കിടന്നിരുന്ന മുദ്രക്കടലാസിന്റെ കെട്ടെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. എന്തോന്നാ ഇത്? എടാ അത്... വിനയൻ ആദ്യം ഒന്ന് വിക്കി. അവരുടെ സ്വത്തിന്റെ പകുതി എന്റെ പേരിൽ എഴുതിത്തരുന്നതിന്റെ പ്രമാണമാണത്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ ആമിക്ക് നിർബന്ധം. എടോ പിഞ്ഞാണ മോറ, ആമി തന്നെ നിർബന്ധിക്കുന്നത് ഞങ്ങൾ വെളിയിൽ നിന്നും കേട്ടായിരുന്നു. അതിന്റെ സമ്മാനമാണ് തനിക്കും തന്റെ കൂട്ടുകാരനും ഇപ്പോ കിട്ടിയത്. ഇനി താൻ കാര്യങ്ങൾ പറയും. സൈമൺ പറഞ്ഞത് കേട്ട് വിനയൻ അവനെ തുറച്ചു നോക്കി. എന്ത് കാര്യം? മുറിവേറ്റ ചെന്നായയെ പോലെ അയാൾ മുരണ്ടു. ഷിനിയയുടെ മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം അതാ മാനേജർ നിങ്ങളോട് പറഞ്ഞതല്ലേ? അല്പമൊന്നു കുനിഞ്ഞിട്ട് സൈമൺ വിനയനെ നോക്കി. ഉവ്വ്, പക്ഷേ തന്റെ ഈ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോ എന്തോ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സംഭവം പറഞ്ഞാൽ തനിക്ക് കൊള്ളാം. ഇല്ലേ എന്റെ കൈ ഇനിയും മെനക്കേടാകുവേ. എനിക്കൊന്നും പറയാനില്ല. വിനയൻ മുഖം തിരിച്ചു. മഹിയും സൈമണും മുഖത്തോട് മുഖം നോക്കി. സൈമൺ താഴെ കിടക്കുകയായിരുന്ന സതീശന് നേരെ കണ്ണുകാട്ടി. കാര്യം മനസ്സിലായതുപോലെ മഹി സതീശന്റെ അടുത്തേക്ക് ചെന്ന് അയാളെ വലിച്ചുപൊക്കി. എടാ, ഞാൻ ആരാണെന്ന് നിനക്കൊക്കെ അറിയാമോ? തളർന്ന ശബ്ദത്തിൽ സതീശൻ അവനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. അത് പിന്നെ എനിക്ക് അറിയത്തില്ലയോ വക്കീലേ. ഞാനൊന്ന് ഫോൺ ചെയ്താലുണ്ടല്ലോ എന്റെ പിള്ളേരുടെ പറന്നെത്തും. പിന്നെ നിന്നെയൊക്കെ നിലത്തൊന്ന് വാടിച്ചെടുക്കേണ്ടി വരും. ആന്നോ? ശോ, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. മഹി നെടുമുടി വേടുവിനെ അനുകരിച്ച് കാട്ടി. സൈമൺ മുന്നോട്ട് വന്ന് സതീശന്റെ പോക്കറ്റിൽ നിന്നും അയാളുടെ മൊബൈൽ എടുത്ത് അയാൾക്ക് നേരെ തന്നെ നീട്ടി. എന്നാ ആരെയാന്ന് വെച്ചാ താൻ വിളിക്ക്. വിനയനെ ഒന്ന് നോക്കിയിട്ട് സതീശൻ സൈമന്റെ കയ്യിൽ നിന്നും ആ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി ആരുടെയോ നമ്പർ ഡയൽ ചെയ്തിട്ട് ഫോൺ സ്പീക്കർ മോഡിലേക്ക് ഇട്ടു. ഹലോ സാറേ, എന്തുവാ വിശേഷം? ഇപ്പോ സാറിന്റെ വക കൊട്ടേഷൻ ഒന്നും ഇല്ലല്ലോ. സാർ അങ്ങ് നന്നായോ? ഫോണിൽ നിന്നും ഒരു പരുക്കൻ സ്വരം ഉയർന്നു. അയടവട്ടെ, ഒരു കൊട്ടേഷൻ ഉണ്ട്, അതിനാ വിളിച്ചത്. നീ പിള്ളേരെയും കൂട്ടി എത്രയും വേഗം നമ്മുടെ വിനയന്റെ വീട്ടിലേക്ക് എത്തണം. ശരി, ഇപ്പൊ പുറംപണി കഴിഞ്ഞ് വീട്ടിലായോ സാറേ പണി? നീ കൂടുതൽ സംസാരിക്കാതെ വേഗം എത്താൻ നോക്ക്. കോൾ കട്ട് ചെയ്യും മുന്നേ സൈമൺ സതീശന്റെ കയ്യിൽ നിന്നും ആ ഫോൺ പിടിച്ചു വാങ്ങി. എടവട്ടെ. ഫോണിൽ കൂടി സൈമന്റെ ശബ്ദം കേട്ടതും അങ്ങേപ്പുറം ആദ്യമൊന്നും നിശബ്ദമായി. എടവധൂരി സൈമ, നീ എന്താ അവിടെ? ഫോണിൽ നിന്നും വെട്ടിന്റെ മറുപടി കേട്ട് വിനയന്റെയും സതീശന്റെയും മുഖം ഒരുപോലെ ചുളിഞ്ഞു. നിന്റെ സാറ് ഇപ്പൊ തന്ന കൊട്ടേഷൻ എനിക്കും മഹിക്കുമെതിരെയാ. ആ പുല്ലൻ നിന്നെ പണിയാനാണോ കൊട്ടേഷൻ തന്നത്? എന്താണ് പ്രശ്നം? ഞാൻ ഇടപെടണോ? ഓ വേണ്ട മച്ചാനെ, നിന്റെ സാറല്ലേ. സാറല്ല. ഫോണിൽ നിന്നും പച്ചത്തെറിയേട്ട ആമ്പൽ ചെവി പൊത്തി. കോൾ കട്ട് ചെയ്ത ശേഷം സൈമൺ ആ ഫോൺ സതീശന്റെ നേർക്ക് നീട്ടി.
അത് വാങ്ങേണ്ട താമസം അയാളുടെ കഴുത്ത് അവന്റെ കക്ഷത്തിനിടയിലായി. കുനിച്ചു നിർത്തിയ സതീശന്റെ മുതുകത്ത് സൈമന്റെ മുട്ടുകൈ ആഞ്ഞാഞ്ഞു പതിക്കാൻ തുടങ്ങി. അയ്യോ അമ്മേ, അയ്യോ വേണ്ട, അയ്യോ കുത്തല്ലേ അമ്മേ, അയ്യോ മതിയേ മതിയേ, പറയാ, അയ്യോ പറയാ, ഞാനെല്ലാം പറയാ. സൈമൺ വിനയന്റെ കഴുത്ത് മോചിപ്പിച്ചു. മുട്ടുകൈ കൊണ്ട് കുത്തുകൊണ്ട സതീശനും കുത്തിയ സൈമണും ഒരുപോലെ നിന്ന് കിതച്ചു. മഹി സതീശന്റെ മുന്നിലേക്ക് ചെന്നു. ചാടി എഴുന്നേറ്റ വിനയൻ പെട്ടെന്നാണ് മഹിക്ക് നേരെ പാഞ്ഞു വന്നത്. അയാൾ അവനെ തല കൊണ്ട് ഇടിച്ചിടാൻ ശ്രമിച്ചു. ഒഴിഞ്ഞു മാറിയ മഹി വിനയന്റെ ജീൻസിനു പിന്നിൽ പിടിച്ച് മുന്നോട്ട് തന്നെ തള്ളി. ലക്ഷ്യം തെറ്റിപ്പോയതിന്റെ ആയത്തിൽ മുന്നോട്ട് നീങ്ങിപ്പോയ വിനയന്റെ തല പിന്നിൽ നിന്നുള്ള തള്ളൽ കൂടി കിട്ടിയതോടെ മുന്നിലെ ഭിത്തിയിൽ ചെന്ന് ശക്തിയായി ഇടിച്ചു. പടക്കം പൊട്ടുന്ന പോലൊരു ശബ്ദം അവിടെ ഉയർന്നു. തല പൊത്തിപ്പിടിച്ചുകൊണ്ട് വിനയൻ താഴേക്ക് വീണുപോയി. അതിന്റെ പുറകെ മഹിയും അയാളുടെ മേലേക്ക് ചാടി വീണു. അല്പസമയത്തിനു ശേഷം അവൻ എഴുന്നേറ്റു മാറുമ്പോഴേക്കും അയാളൊരു പഴംതുണിക്കെട്ട് പോലെ ആയിക്കഴിഞ്ഞിരുന്നു. അവന്റെ ദേഷ്യവും പരാക്രമവും കണ്ട് ഭയന്നു പറച്ചു നിന്നിരുന്ന സതീശന്റെ മുന്നിലേക്ക് അവനൊരു കസേര വലിച്ചിട്ട് അതിലേക്കിരുന്നു. സതീശൻ അവനെ നോക്കി കൈകൂപ്പി. സൈമൺ അയാളുടെ തോളത്ത് 2 തട്ട് തട്ടി. ഭക്തിയൊന്നും വേണ്ട വക്കീലേ, സത്യം മാത്രം ബോധിപ്പിച്ചാൽ മതി. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കരുത്. ഓ, അയാൾ തലകുലുക്കി. വിനയൻ പറഞ്ഞതനുസരിച്ച് ആ വെട്ടിനെയും പിള്ളേരെയും ഞാനാണ് അന്ന് ബാംഗ്ലൂരിലേക്ക് എത്തിച്ചത്. കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുമെന്ന് മനസ്സിലായപ്പോൾ തന്നെ അത് പ്ലാൻ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ബാംഗ്ലൂരിൽ ചെന്ന് ആ ശ്രീരാം വിശ്വനാഥനോട് ചോദിക്കാൻ വിനയൻ നിങ്ങളോട് പറഞ്ഞത്. അവന്മാർ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ആ ശ്രീരാം നിങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതും അത് കഴിഞ്ഞ് കുടുംബസമേതം ബാംഗ്ലൂരിൽ നിന്ന് പോയതും. വന്ന കഴുകറി മോനെ. സൈമൺ മുഷ്ടി ചുരുട്ടി അടുത്തു. സതീശൻ അവനെയും നോക്കി തൊഴുതു. സൈമണെ തടഞ്ഞുകൊണ്ട് മഹി ചോദിച്ചു, അപ്പോ ഷിനിയ ആത്മഹത്യ ചെയ്തതാണോ അതോ? അത് ആത്മഹത്യ തന്നെയായിരുന്നു. പക്ഷെ അതിന്റെ കാരണം ഈ വിനയനായിരുന്നു എന്ന് മാത്രം. മഹിയും സൈമണും തിരിഞ്ഞ് വിനയനെ നോക്കി. അയാൾ താഴെ കിടന്ന് വെള്ളത്തിന് വേണ്ടി ഞരങ്ങുകയായിരുന്നു. തിരിഞ്ഞ് വീണ്ടും സതീശനെ നോക്കിയപ്പോൾ ഇനിയും ഇടികിട്ടും എന്ന പേടിയിൽ അയാൾ കൈ കൂപ്പിക്കൊണ്ട് പിന്നിലേക്കൊതുങ്ങി. മഹി അയാളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് പല്ലുകൾക്കിടയിലൂടെ അമർത്തിയ ശബ്ദത്തിൽ മുരണ്ടു, ബാക്കി കൂടി പറയടാ. ഇവൻ ആ പെണ്ണിന്റെ പുറകെ നടന്നത് മുഴുവൻ അവരുടെ സ്വത്തിനു വേണ്ടിയായിരുന്നു. ഗർഭിണിയായി കഴിഞ്ഞ് കാര്യം അവതരിപ്പിച്ചാൽ പിന്നെ ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിയില്ല എന്നാണ് ഇവൻ കരുതിയത്. അവള് ഗർഭിണിയായപ്പോൾ വിചാരിച്ചതുപോലെ അവരുടെ അപ്പച്ചൻ ഇവനെ വന്ന് കാണുകയും ചെയ്തു. പക്ഷേ അങ്ങേര് ചെറിയൊരു പണി ചെയ്തു കളഞ്ഞു. സ്വത്തുക്കളിൽ പകുതി ഇവനല്ല, ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ പേരിലെ എഴുതി വെക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അതോടെ ഇവൻ ഉടക്കി. അയാൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ഇവൻ അവളെ വിളിക്കാതെയായി. കൊച്ചിന് 1 വയസ്സാകാറായപ്പോൾ ഒരു ദിവസം അവൾ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവന്റെ അടുത്തെത്തി. പക്ഷെ സ്വത്തുക്കൾ കിട്ടാതെ വിവാഹത്തിന് സമ്മതമല്ല എന്ന് ഇവൻ പറഞ്ഞതോടെ അവൾ കരഞ്ഞും കൊണ്ട് ഇറങ്ങിപ്പോയി. അന്ന് രാത്രിയാണ് ആ പെണ്ണ് ആത്മഹത്യ ചെയ്തത്. അത് കഴിഞ്ഞ് അവളുടെ അപ്പച്ചന്റെ ആൾക്കാര് ഇവനെ തല്ലി ആശുപത്രിയിലും ആക്കി. അതോടെ ഇവൻ ബാംഗ്ലൂര് വിടുകയും ചെയ്തു. സതീശൻ പറഞ്ഞത് കേട്ട മഹി താൻ ബാംഗ്ലൂർ എത്തിയ ദിവസം നടന്ന സംഭവം ഓർത്തു. അപ്പോ 5 വർഷം മുന്നേ ആൽബിയെ തട്ടിയെടുക്കാൻ ശ്രമം നടന്നത് അതിനു പിന്നിലും ഇവൻ തന്നെയായിരുന്നു. അയാൾ വിനയന് നേർക്ക് വിരൽ ചൂണ്ടി. ഒരു നെടുവീർപ്പോടെ കസേരയിലേക്ക് ചാരിയിരുന്ന മഹി ആമ്പലിനെ നോക്കി. അവളപ്പോൾ കണ്ണുകൾ തുടക്കുകയായിരുന്നു. അപ്പോഴാണവൻ അന്ന് ബാംഗ്ലൂരിൽ വെച്ച് DCPയോട് സംസാരിച്ച കാര്യം ഓർത്തത്. ആ DCP വിൽഫ്രഡിനെ നിങ്ങൾ എങ്ങനെ കയ്യിലെടുത്തു? അവൻ ചോദിച്ചു. അതവിടെയുള്ളൊരു വക്കീൽ വഴിയായിരുന്നു. ആ വിൽഫ്രഡിന്റെ പേരിൽ ഒരു പെണ്ണിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പരാതി കൊടുക്കാൻ ചെന്ന പെണ്ണിനെ മൊളാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. അതൊതുക്കി തീർത്തത് എന്റെ സുഹൃത്തായ ആ വക്കീലായിരുന്നു. അത് വീണ്ടും കുത്തിപ്പൊക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അയാൾ വഴങ്ങിയത്.
പിന്നെ കാശും കൊടുത്തു. കൊള്ള, വക്കീലന്മാരായാൽ ഇങ്ങനെ വേണം. സൈമൺ ഇടക്ക് കയറി ചൊറിഞ്ഞു. സതീശൻ അവനെ ദൈന്യതയോടെ നോക്കി. മഹി എഴുന്നേറ്റ് മുറിയുടെ മൂലയ്ക്ക് കിടന്ന് ഞരങ്ങിക്കൊണ്ടിരുന്ന വിനയന് മുന്നിലെത്തി. അവൻ അയാളെ വലിച്ചുപൊക്കി വീണ്ടും നേരെയിരുത്തി. പാതി അടഞ്ഞുപോയ കൺപോളകൾ വലിച്ചു തുറന്ന് അയാൾ അവനെ നോക്കി. ഇനി എനിക്കറിയേണ്ടത് ഈത്തുവിന്റെ കാര്യമാണ്. താൻ അതുകൂടി അങ്ങ് പറയ്. വായ തുറന്ന വിനയൻ ഒന്ന് ചുമച്ചു. എന്തു പറയാനാ? അവൾ എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അത്രയും നേരം അനങ്ങാതിരുന്ന ആമ്പൽ ചീറിക്കൊണ്ടുവന്ന് വിനയന്റെ കവിളിൽ ആഞ്ഞടിച്ചു. അയാൾ ഒരു ഞരക്കം പോലും ഉണ്ടാക്കാതെ മറിഞ്ഞു വീണു. മുന്നിൽ നിന്നിരുന്ന മഹി വിനയനെ വീണ്ടും വലിച്ചുപൊക്കി നേരെയിരുത്തി. ആ അവസരത്തിലും ശൗര്യം നഷ്ടപ്പെടാത്തതുപോലെ അയാൾ ആമ്പലിനെ നോക്കി പല്ലിറുമി. എടി പുല്ലേ, നിന്റെ ആ കാമുകൻ സൂരജിനെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാ ഇവന്മാര് തല്ലിയത്. നിന്റെ പുറകെ നടക്കരുതെന്ന് പറഞ്ഞപ്പോ അവന് പുച്ഛം. അപ്പോ അതൊന്ന് കുറച്ചു കൊടുക്കണ്ടേ? അതിനു വേണ്ടി തന്നെയാ ചെയ്തത്. താനെന്ന് അങ്ങനെ ചെയ്തത് എന്തായാലും നന്നായിടോ. അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചു. ചിറി കൂട്ടിക്കൊണ്ട് ആമ്പൽ പറഞ്ഞു തീരും മുന്നേ മഹിയുടെ കൈകൾ വിനയന്റെ ഷർട്ടിന്റെ കോളറിന് കുത്തിപ്പിടിച്ചിരുന്നു. താൻ ആ ചെയ്ത വീരവാദം വിളമ്പാൻ നിൽക്കാതെ ഈത്തുവിന്റെ കാര്യം പറയും. അവള് വല്ലവന്റെയും കൂടെയൊക്കെ ഇറങ്ങിപ്പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ? മുഖമടച്ചൊരടിയായിരുന്നു മഹിയുടെ മറുപടി. എന്നാ താൻ കേട്ടോ, ഈത്തു തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട്. കൂടെ അവളെ ചികിത്സിച്ചിരുന്ന ഡോക്ടറുമുണ്ട്. അത് മാത്രമല്ല, അവൾക്കിപ്പോ പഴയ ഓർമ്മകളും തിരികെ കിട്ടിയിട്ടുണ്ട്. വിനയന്റെ കണ്ണുകളിൽ മിന്നിമറഞ്ഞ നടുക്കം അവർക്കുള്ള മറുപടിയായിരുന്നു. അന്ന് ഞാനും മാമ്പുവും തമ്മിൽ പ്രശ്നമുണ്ടായ ദിവസം രാത്രി താൻ വിളിച്ചു പറഞ്ഞിട്ടാണ് അവൾ വീട് വിട്ടിറങ്ങിപ്പോയതെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ താൻ പറയുന്നോ അതോ ഞങ്ങൾ പറയിപ്പിക്കണോ? വിനയൻ തല താഴ്ത്തി. അതോടെ സൈമൺ സതീശന് നേരെ തിരിഞ്ഞു. അയാൾ കൈകൂപ്പി. ഞാൻ പറയാം, ദേ, എന്നെ ഇനി ഒന്നും ചെയ്യരുത്. സതീശ, വിനയൻ ഈർഷ്യയോടെ വിളിച്ചു. നീ പോടാ പുല്ലേ, എനിക്ക് വയ്യ ഇവന്മാരുടെ ഇടികൊണ്ട് ചാകാൻ. ആ കീർത്തനയെ മഹിയുടെ റിസപ്ഷൻ്റെ അന്ന് വീട്ടിൽ വെച്ച് ഉപദ്രവിച്ചത് വിനയൻ തന്നെയാ. ഇവൻ ആ കൊച്ചിനെ പണ്ടേ ഒരു നോട്ടമുണ്ടായിരുന്നതാ. അന്ന് റിസപ്ഷനിടയിലെ വെള്ളവടിയും കഴിഞ്ഞ് അതിന്റെ ഹാങ് ഓവറും കൂടിയായപ്പോ സംഗതി കയ്യിന്ന് പോയതാ. അവൾ മഹിയോട് സംസാരിക്കുന്ന കാര്യം കേട്ട ഉടനെ ആമ്പൽ വിളിച്ചത് വിനയനെ ആയിരുന്നു. അതോടെ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുമെന്നും അന്വേഷണം ഉണ്ടായാൽ വിനയനാണ് അതിന് പിന്നിലെന്ന കാര്യവും അറിയുമെന്ന് കരുതി അവൻ തന്നെയാണ് അവളെ വിളിച്ച് വീട് വിട്ടിറങ്ങാൻ പ്രേരിപ്പിച്ചത്. ബാംഗ്ലൂരിലേക്ക് വരാൻ അവൻ പറഞ്ഞെങ്കിലും അവൾ അത് കേട്ടില്ല. ഗുജറാത്തിലുള്ള കൂട്ടുകാരിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ആ കുട്ടിയുടെ പേരും ഡീറ്റെയിൽസും ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ ഗുജറാത്തിൽ വെച്ച് അവളെ ആക്രമിച്ചത് ഇവൻ തന്നെയാണോ? മഹി തലവെട്ടിച്ച് വിനയനെ നോക്കി. അവനപ്പോഴും മുഖം താഴ്ത്തിയിരിക്കുകയായിരുന്നു. ഇവനല്ല, പക്ഷെ ഇവൻ പറഞ്ഞേൽപ്പിച്ച ആൾക്കാരാണ് അവളെ ആക്രമിച്ചത്. ഇവൾ ഗുജറാത്തിലേക്ക് വരുന്നില്ല എന്ന് ഇവരുടെ ഫോണിൽ നിന്നും ആ കൂട്ടുകാരുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചതും ഇവന്റെ ആൾക്കാർ തന്നെയാ. കൊന്നുകളയാനായിരുന്നു പ്ലാൻ. പക്ഷെ ആയുസ് ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ രക്ഷപ്പെട്ടു. കുറെ നാൾ കഴിഞ്ഞ് ബോധം വീണെങ്കിലും ഓർമ്മയില്ല എന്നറിഞ്ഞതോടെ വിട്ടുകളഞ്ഞതാ. എടാ കഴിവേറി മോനെ! മഹിയും അതിനു പുറകെ സൈമണും വിനയന്റെ നേരെ വീണ്ടും ചാടി വീണു. മഹി അവന്റെ രണ്ട് കൈയും പിന്നിലോട്ട് വലിച്ചു പിടിച്ച് ചവിട്ടിയൊടിച്ചു. എന്നിട്ടും കലിതീരാതെ അവനും സൈമണും വിനയനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടുമ്പോൾ വേദന നിറഞ്ഞ അവന്റെ അലർച്ച കേട്ട് ഭയന്ന് വിറച്ച സതീശൻ മുറിയുടെ മൂലയിലേക്ക് ഒതുങ്ങിക്കൂടി. ആമ്പൽ ആ സമയം ഫോണെടുത്ത് പോലീസിനെ വിളിക്കുകയായിരുന്നു. ദേഹമാസകലം പരിക്കേറ്റ് ബോധം നഷ്ടപ്പെട്ടു കിടന്ന വിനയനെ പോലീസിന്റെ സാന്നിധ്യത്തിൽ സ്ട്രക്ചറിലെടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് റിസപ്ഷൻ കഴിഞ്ഞ് തിരികെ എത്തിയവർ കണ്ടത്. കാര്യമറിയാതെ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങിയ വിശ്വനമ്മാവനോടും സരവിയമ്മയോടും ആമ്പൽ കാര്യങ്ങൾ വിശദീകരിച്ചതോടെ അവിടെ കൂട്ടക്കരച്ചിലായി. വിജയച്ചനും ബാക്കിയുള്ളവരും ചേർന്ന്
അമ്മാവനെയും അമ്മായിയെയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിനയനെ കയറ്റിയ ആംബുലൻസിന് പിന്നാലെ സതീശനെയും കൊണ്ട് പോലീസ് ജീപ്പുകൾ അവിടെ നിന്നും അകന്നുപോയി. തുടരും. ഇനിയും ഈ വഴിയെ അവസാന ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ഷെയറുകളും ലൈക്കുകളും ചെയ്ത് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ. See you soon.